നല്ല നാടൻ വഴുതനങ്ങ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കും. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ഒരു പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകി എടുത്തതിന് ശേഷം കടായി ചൂടാക്കി എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് 4-5 വെളുത്തുള്ളി അല്ലി കൂടി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി തൊലിയെല്ലാം കളയാതെ തൊലിയോടുകൂടി കഴുകി ചതയ്ക്കാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ഇട്ട് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്, വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ മതിയാകും. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. വേവിച്ച ഉരുളക്കിഴങ്ങ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കറിവേപ്പിലയും നാരങ്ങാ നീരും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ അടിപൊളി രുചിയാണ്. കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.